നമ്മൾ ഹലോ മലയാളത്തിൽ നമ്മുടെ സെഗ്മെന്റുകൾ തുടങ്ങുകയാണ്. അപ്പം ആദ്യത്തെ സെഗ്മെന്റ് ദൈവമേ കൈത്തൊഴാമിലേക്ക് പോകുന്നു. തലസ്ഥാന നഗരിയിലേക്കാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാം. തലസ്ഥാനത്തെ വളരെ തിരക്കേറിയ ചാല മാർക്കറ്റിനുള്ളിലാണ് 125 വർഷത്തെ ചരിത്രമുള്ള ചാല പള്ളിയുള്ളത്. മതസൗഹാർദ്ദത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട പള്ളി കൂടിയാണിത്. മട്ടാഞ്ചേരിയിലെ സേട്ടു കുടുംബം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ കാണാം. ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം ചാലക്കമ്പോളത്തിന്റെ ഹൃദയഭാഗത്ത് 1.25 നൂറ്റാണ്ടിലേറെ പഴക്കത്തിന്റെ കഥ പറയുകയാണ് ചാല ജുമാ മസ്ജിദ്. കൊച്ചി മട്ടാഞ്ചേരിയിലെ സേട്ടു കുടുംബം പള്ളിക്കായി വഖഫ് ചെയ്ത 63 സെന്റ് ഭൂമിയിലാണ് മസ്ജിദും അനുബന്ധ കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇന്നും കൊച്ചിയിലെ ഹാജി അബ്ദുള്ള ഹാജി ആദം സേട്ട് ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് പള്ളി പ്രവർത്തിക്കുന്നത്. എൺപത് വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്ന പഴയ പള്ളി 1980-ലാണ് കൂടുതൽ സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കപ്പെട്ടത്. മലപ്പുറം എടപ്പാളിൽ നിന്നുള്ള അബ്ദുള്ള മുസ്ലിയാർ മുതൽ കരുവ ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, പാങ്ങോട് അബ്ദുൽ അസീസ് മൗലവി തുടങ്ങി നിരവധി ഇമാമുമാർ ഈ മസ്ജിദിന്റെ ആത്മീയ പാരമ്പര്യത്തിന് നേതൃത്വം നൽകി. 1980-ൽ പള്ളി പുനർനിർമ്മാണ ഫണ്ട് ശേഖരണത്തിനായി രൂപം കൊണ്ട ഇസ്ലാഹുൽ മുസ്ലിമിൻ സംഘം പിന്നീട് സാമൂഹിക സേവന പ്രസ്ഥാനമായി വളർന്നു. ദുരന്തകാല സഹായം, പ്രളയബാധിതർക്കുള്ള ഭവന നിർമ്മാണം, കോവിഡ് കാലത്തെ ഭക്ഷ്യസഹായം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. പള്ളിയുടെ കളക്ഷൻ രോഗികൾക്ക് വേണ്ടിയാണ് പിരിക്കുന്നത്. വെള്ളിയാഴ്ച എടുക്കുന്ന പിരിവ് ചാരിറ്റിക്കാണ് നൽകുക. റമദാൻ മാസത്തിലെ നോമ്പുതുറ കഞ്ഞി വിതരണത്തിന് ചാല ജുമാ മസ്ജിദിന് പ്രത്യേക ചരിത്രമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഈ സംരംഭം ഇന്ന് പ്രതിദിനം ഏകദേശം 1500 പേർക്ക് ആശ്വാസമാകുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും നോമ്പുതുറയിൽ പങ്കെടുക്കും. ഒരു ആരാധനാലയം മാത്രമല്ല, ചരിത്രവും വിശ്വാസവും സേവനവും മനുഷ്യസ്നേഹവും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സാമൂഹിക പാരമ്പര്യത്തിന്റെ പേരാണ് ചാല ജുമാ മസ്ജിദ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.